എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗോ അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിട്ടൊന്നുമല്ല. നാളെ വിഷു അല്ലേ, അപ്പം കണി ഒരുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കോവിഡ് എല്ലാം കഴിഞ്ഞിട്ട് ബാംഗ്ലൂർക്ക് തിരിച്ച് വന്ന് സെറ്റിലായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വിഷു ആണ്. അപ്പം ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെ വിഷു കണിയൊക്കെ ഒരുക്കാമെന്ന്. അപ്പം എന്തായാലും ഞാൻ വൃത്തിയാക്കണം, കണിയൊക്കെ ഒരുക്കാനൊക്കെ എന്തായാലും എനിക്ക് കുറേ സമയം പിടിക്കും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കുന്ന അത്ര ആ സമയം കൂടെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം സാധാരണ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉള്ളപ്പോൾ എനിക്ക് കണിക്കൊന്ന ഒന്നും എനിക്ക് കിട്ടാറില്ല. ഞാനപ്പം മഞ്ഞ കളറിൽ എന്തെങ്കിലും മറ്റേ ജമന്തി പൂവൊക്കെ വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, എനിക്കിഷ്ടം പോലെ 2 പാക്കറ്റ് കണിക്കൊന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് റോസാപ്പൂവും ജമന്തി പൂവൊക്കെ ഇതാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ അവിടെ ഇവിടെ എന്താ പറയുക, ചെറിയ ചെറിയ ഓട്ടുകൾ നമ്മൾ വെച്ച് അടയ്ക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ഒരു കുഞ്ഞി ചക്ക, ഞാൻ ആദ്യമായിട്ടാണ് ചക്കയൊക്കെ ഞാൻ കണിക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞി ചക്ക ഞാൻ മേടിച്ചു. പിന്നെ കണിവെള്ളരി, ഞാനിവിടെ അങ്ങനെ വെള്ളരിക്ക ഒന്നും ഉപയോഗിക്കാറില്ല കറി വെക്കാനും ഒന്നിനും. അപ്പോൾ അതുകൊണ്ടൊരു കുഞ്ഞു ബോൾ പരുവത്തിലൊരു കണിവെള്ളരി എനിക്ക് കിട്ടി. ഇത് കണ്ടു കഴിഞ്ഞാൽ വെള്ളരിക്കയാണെന്ന് തോന്നത്തില്ല, പക്ഷെ ഇത് ശരിക്കും വെള്ളരിക്കയാണ്. ആ ഇട്ടിരുന്നതിൽ ഏറ്റവും ചെറിയത് നോക്കി ഞാൻ മേടിച്ചതാണ്. അപ്പം അങ്ങനെ അത് മേടിച്ചു. പിന്നെ അതുപോലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുഞ്ഞി മാങ്ങ. ഇതൊക്കെ നമ്മൾ കണിക്ക്, ഞാൻ സാധാരണ ഇതൊന്നും എനിക്ക് കേരളത്തിലുള്ളപ്പോൾ എനിക്ക് വെക്കാൻ അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് കിട്ടി. ചിലപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കുറേ കണ്ണി മാങ്ങ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുഞ്ഞി മാങ്ങ കിട്ടി. പിന്നെ അല്ലാതെ ഞാൻ പഴുത്ത മാങ്ങ കുറച്ച് മേടിച്ചായിരുന്നു. അപ്പം ഞാൻ ഒരു കുറച്ചല്ലേ വെക്കുന്നുള്ളൂ, അപ്പം അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തു. പിന്നെ അല്ലാതെ കുറച്ച് വെജിറ്റബിൾസ്, വെണ്ടയ്ക്ക, ക്യാരറ്റ്, പിന്നെ തക്കാളി, പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ട് മാങ്ങ, ആപ്പിൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ഞാനിങ്ങനെ വാഴയിലേക്ക് മേടിച്ചു. പിന്നെ വിളക്കെല്ലാം ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി ഞാനിങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് കണി ഒരുക്കുന്ന സ്ഥലം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അത് ക്ലീനിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൂജാമുറി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് TV ക്യാബിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളൊരു ചെറിയ സെറ്റപ്പാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിപുലീകരിച്ച് എനിക്കങ്ങനെ എന്താ പറയുക കണിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അതുപോലെ എനിക്കിതിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതുവഴി നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ വിചാരിച്ചു ഇവിടെ ഈ TV ക്യാബിൻ എന്തായാലും ഞാനിവിടെ TV ഒന്നും വെച്ചിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ നമുക്ക് ഒന്ന് കണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ തട്ടിക്കൂട്ടിയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇനി ആദ്യം ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മെനവരുത്തി ഒന്ന് എടുക്കണം ഗൈസ്. ഞാനിത് ഇവിടെ വന്നപ്പോൾ ഞാൻ വെച്ച സാധനങ്ങളാണ്. ഇതൊന്നും പിന്നെ ഞാനൊന്നും പൊടി പോലും തട്ടിയിട്ടില്ല. ഇനി ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം ഗൈസ്. അങ്ങനെ പൊടി തട്ടി എടുക്കാനായിട്ട് ഈ ഒരു ഇങ്ങനെ പൊടിയൊക്കെ തട്ടിക്കളയുന്നൊരു സാധനമൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ വീട് മൊത്തം തൂത്ത് തുടച്ചൊക്കെ ഇട്ടു. പക്ഷേ എനിക്കൊരു കുഞ്ഞി പെറ്റ് ബേർഡി ഉണ്ട്. അത് ഇവിടെ മൊത്തം അലമ്പാക്കിയിട്ടേക്കാണ് ഗൈസ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ഹോള് മൊത്തം എനിക്ക് ഒന്നും കൂടെ ഒന്ന് തൂത്ത് തുടയ്ക്കണം. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇരട്ടി പണിയായിട്ടുണ്ട്. സാരമില്ല, ആര് വന്നാലും പോയാലും പണി മൊത്തം നമുക്കാണല്ലോ. അപ്പം ഞാനിവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇനി ഞാൻ ഒരു ടീപ്പോയ് ഞാൻ ആദ്യം ഇവിടെ സെറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഒരു കുഞ്ഞ് ടീപ്പോയാണ്, കുറച്ച് പഴയ ടീപ്പോയാണിത്. അധികം ബലമൊന്നുമില്ല. സോ ഇത് ഞാൻ പൊതുവെ ഇങ്ങനെ വിഷുക്കണി വെക്കാനും പിന്നെ അതുപോലെ എന്താണ് നവരാത്രിക്ക് പൂജ വെക്കാനും വേണ്ടി മാത്രം എടുക്കുന്ന ഒരു ടീപ്പോയാണ്. അല്ലാതെ വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഇതിനു വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന സാധനമാണ്.
ഇതിന്റെ പുറത്ത് നമ്മൾ വേറെ കുറേ നമ്മുടെ ആസ്ഥാന ഒരു വെൽവെറ്റ്, ഒരു ചുവന്ന ഒരു ചെവല വെൽവെറ്റ് ക്ലോത്ത് ഉണ്ട്. അതൊക്കെ ഇട്ട് അടിപൊളിയാക്കും ഞാൻ. അപ്പോൾ ഇതൊന്ന് ഞാൻ ആദ്യം ഒന്ന് തുടച്ചെടുക്കട്ടെ. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായാലും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം. അങ്ങനെ ഞാനൊന്ന് നനഞ്ഞ ഒരു തുണി കൊണ്ട് ഞാൻ തുടച്ചെടുക്കുകയാണ്. ഓക്കെ, സംഭവം കഴിഞ്ഞു. ഇതിനെ ഒന്ന് ഉണങ്ങി വരട്ടെ. ഉണങ്ങി വരുമ്പോഴേക്കും ഇതിന്റെ പുറത്ത് മറ്റേ ചെവല ക്ലോത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടീപ്പോയ് എല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ചേർത്തിടട്ടെ. ഇനി നമ്മുടെ ആസ്ഥാന വെൽവെറ്റ് ചെവല തുണി, ട്രിവാൻഡ്രം ഭാഷ പറയുകയാണെങ്കിൽ, അത് ഞാനിനി ഒന്ന് ഒരു പ്രത്യേക രീതിയിലേക്ക് മടക്കി ഇടുകയാണ്, സൈഡൊന്നും കാണാതിരിക്കാനായിട്ട്. ഇതൊരു ഈക്വൽ സൈസിലുള്ള തുണി അല്ലാത്തത് കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ അതൊരു പ്രത്യേക രീതിയിലൊക്കെ കവറായിട്ട് വരുള്ളൂ. അപ്പം ഞാനത് ഓക്കെ, ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് വെച്ചാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. എല്ലാ സൈഡും കവറായി. ഈ സൈഡ് കവറായില്ലേ? ഓക്കെ, ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ തട്ടം കാര്യങ്ങൾ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാം. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരെ. ആദ്യം തന്നെ വാഴയില വന്നു. ഞാൻ യൂഷ്വലി കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വെറുതെ ഈ ഒരു ക്ലോത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാനൊരു കുഞ്ഞി ഒരു എന്താ പറയുക, ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സാധനത്തിനകത്ത് വെച്ചത്. ഇത്തവണ ഞാൻ വിചാരിച്ചു വാഴയിലൊക്കെ കിട്ടിയ സ്ഥിതിക്ക് വാഴയില ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാനിങ്ങനെ വാഴയില ഇങ്ങനെ ഇടാണ്. ഒരു രസത്തിന് വേണ്ടി. എനിക്കൊന്ന് ഒരെണ്ണം മതിയായിരിക്കും തോന്നുന്നില്ലേ. ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇടണം, ഇങ്ങനെ വെച്ചേക്കാം അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇടണം. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. സാരമില്ല, ഇതിപ്പോ ഇങ്ങനെ വെച്ചേക്കാം. ബാക്കി സൈഡ് വെറുതെ വെച്ചേക്കാം. ഈ ഒരു സ്പെയർ വാഴയിലേൻ്റെ ഇരിക്കട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാലോ, നോക്കാം. ഓക്കെ, അങ്ങനെ വാഴയില ഞാനൊരു സൈഡിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ബാസ്ക്കറ്റിൽ തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ആയി പോവും. അപ്പം ഞാൻ ബാസ്ക്കറ്റ് എടുത്തിട്ട് വരാം. സോ ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ്. ഇത് എപ്പോഴും ഞാൻ കണി വെക്കാനും അതുപോലെ നവരാത്രിക്ക് പൂജ വെക്കുമ്പോഴും ഒക്കെ ഇതിനകത്താണ് ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഞാൻ വെക്കുന്നത്. ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു സാധനം. അപ്പം ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് വേറൊന്നിനും ഉപയോഗിക്കാറില്ല. അപ്പം അങ്ങനെ എനിക്കൊന്ന് ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് വിഷുക്കണി ഒക്കെ. ഇത് എനിക്ക് തോന്നുന്നു 3ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഞാൻ വിഷുക്കണി വെക്കുന്നത് ഞാൻ സ്വന്തമായിട്ട്. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ വീട്ടിലായിരിക്കുമല്ലോ. സ്വന്തമായിട്ടൊക്കെ നമ്മളിങ്ങനെ താമസിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ അങ്ങനെ വെച്ച് തുടങ്ങിയിട്ടാകെ എനിക്ക് തോന്നുന്നത് ഇതിപ്പം 3ാമത്തെയോ 4ാമത്തെയോ 3ാമത്തെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3ാമത്തെ വിഷു കൊണ്ടാണെന്ന്. 3ാമത്തെയോ 4ാമത്തെയോ ആണ്. അങ്ങനെ ഞാൻ എക്സാക്റ്റ് കൗണ്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതിനകത്താണ് നമ്മുടെ മേടിച്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വെക്കാനുള്ളത്. അങ്ങനെ ഓരോന്നായിട്ട് എല്ലാം കൂടി ഒരു ഒറ്റ ട്രിപ്പിൽ വരില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഒറ്റ ട്രിപ്പിൽ തന്നെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി അൺലോഡ് ചെയ്യാനായിട്ട്. ഓ മൈ ഗോഡ്, സോറി, ക്രാഷ് ലാൻഡിങ് ആയിപ്പോയി. ഈശ്വര, തറയൊന്നും ആവരുത്. പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ആക്രാന്തത്തിൽ. ഞാനിങ്ങനെ പൂക്കളും ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഈ സാധനങ്ങളൊക്കെ ഞാനൊന്ന് തുടക്കട്ടെ. ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളാണ്, അപ്പം ഒന്ന് തുടച്ച്, ഇല്ലെങ്കിൽ ആ ഒരു വെള്ളം കാണുമല്ലോ, അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ അറേഞ്ച് ചെയ്യലാണ് ഒരു വല്ലാത്തൊരു അറേഞ്ച് ചെയ്യൽ. എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചാലും
ഇതിൻ്റെ പ്രൈസ് ടാഗൊക്കെ മാറ്റി കളയട്ടെ. ഓക്കെ, ചക്കയിൽ എന്തൊക്കെയോ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചക്ക ആദ്യം വെക്കുകയാണ്. ഇനിയാണ് ഈ ഒരു സൈഡില് പഴം ഇരിക്കട്ടെ. ഇനി വേണ്ടത് ആപ്പിൾ, കണിവെള്ളരി, ക്യാരറ്റും കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ കുത്തി നിർത്തി. ഞാൻ എവിടെയും ഒരു സ്പേസ് കാണാൻ പാടില്ല, അതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ളത്. അപ്പം അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വഴിയൊക്കെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. ഇനി അടുത്ത് നമ്മുടെ മാങ്ങ അതും ഇങ്ങനെ തണ്ടോടെയൊക്കെ കിട്ടുമ്പോൾ എന്ത് രസമാണെന്നറിയോ. എനിക്ക് ഫസ്റ്റ് ടൈം ആട്ടോ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കിട്ടുന്നത്. ഇത് ഇനി അച്ചാറിടാൻ കൊള്ളാവൂന്ന് എനിക്കറിയത്തില്ല. കിട്ടിയപ്പോൾ ഞാനങ്ങ് ആക്രാന്തത്തോട് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഇരിക്കട്ടെ, എല്ലാം കാണണമല്ലോ. ഓക്കെ, അങ്ങനെ മാങ്ങനെ ഞാൻ വായുവിൽ നിർത്തി, ആപ്പിളിനെയും വായുവിൽ നിർത്തി. ഓക്കെ, ഇതിപ്പോൾ അങ്ങനെ സെറ്റായിട്ട് ഈ സാധനം വെക്കാൻ മറന്നു ഗൈസ്. ഓക്കെ, അപ്പൊ ഇത് ഇതിൻ്റെ ഇടയിൽ തിരികെ ഞാൻ വെച്ചേക്കാം. എന്നിട്ട് ഇതൊക്കെ മാങ്ങ പോയി. ഓക്കെ, എല്ലാം സെറ്റായി. ഒരു സാധനം കൂടെ എനിക്ക് തോന്നുന്നു, ബ്രിഞ്ചോളും കൂടെ എൻ്റെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ ഗൈസ്. അങ്ങനെയാണെങ്കിൽ അതും കൂടെ കുറച്ചൊരു കളറാവുമല്ലോ. നോക്കിയിട്ട് വരാം. അങ്ങനെ എനിക്ക് ബ്രിഞ്ചോളും കൂടെ കിട്ടി ഗൈസ്. ഞാൻ പൊട്ടിക്കാതെ ഞാനൊരു പാക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും അത് പ്ലാൻ ചെയ്തപ്പോൾ ഇതിങ്ങനെ ഞാൻ ലിസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ബ്രിഞ്ചോളും ഒക്കെ വന്നതാണ്. ഗ്യാസിൻ്റെ എടുത്ത് അടുക്കി പെറുക്കി വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ എടുക്കാനുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ അതും കൂടെ ഇവിടെ എവിടെയെങ്കിലും വെച്ചു കൊടുക്കട്ടെ. ഈ ഒരു സാധനം ഞാനെടുത്ത് പുറത്ത് വെക്കട്ടെ. ശരി, കുടുങ്ങിപ്പോയോ? ഓക്കെ, എല്ലാ സാധനങ്ങളും കാണുകയും വേണം, എന്നാൽ എല്ലാം ഇങ്ങനെ പാക്ഡായിട്ട് ഇരിക്കുകയും വേണം. ഓക്കെ, എല്ലാം സെറ്റ്. അങ്ങനെ അപ്പം സെറ്റായി ഗൈസ്. നമ്മുടെ കണിക്ക് വേണ്ട ഏതാണ്ട് ഇതൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, നമ്മുടെ കണിവെള്ളരിയും എല്ലാ സാധനങ്ങളും കാണുന്നുണ്ട് ഒറ്റ നോട്ടത്തില്. അപ്പം അത് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കാം. നടുക്ക് എന്തായാലും നമ്മുടെ വിളക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. എന്താ അവിടെ എവിടേക്കാണ് പോകുന്നത്? നടുക്ക് എന്തായാലും വിളക്ക് വരും. വിളക്ക് ഒരു മെനയില്ലല്ലോ, ഇല വെക്കുന്നില്ല ഗൈസ്. എനിക്ക് തന്നെ കണ്ടിട്ടിരുന്നത് ഇതിൻ്റെ ഒന്നും ഇല്ലാതിരിക്കുന്നതാ. ഓക്കെ, ഞാനപ്പോൾ അങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചു. ഇനി നമ്മുടെ വിളക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വിളക്ക് ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. വിളക്കും വന്നു. സോ വിളക്ക് ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. സാധനങ്ങളുണ്ട് ഇതില്. ഇത് ഞാൻ ശാമ്പ്രാണി കത്തിച്ചു വയ്ക്കുന്ന സ്റ്റാൻഡാണ്, 3 പീസാക്കിയത്. പിന്നെ എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ കിണ്ടിയില്ല. ഞാനപ്പം പകരം ഈ ഒരു കോപ്പർ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. ഇത് നല്ലതാണോ ചീത്തയാണോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു കോപ്പർ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നോർമൽ ബ്രാസിലുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് ഇരുന്ന് തുടയ്ക്കാം അങ്ങട്. ഇത് ഞാൻ എപ്പോഴും കത്തിക്കുന്ന വിളക്കെന്ന് പറയുന്നത് ഈ ഒരു വിളക്കാട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ തിരി കയറ്റിയിട്ട് ഇതിൽ നമ്മൾ നിറച്ചും എണ്ണ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കത്തുന്നൊരു വിളക്കാണ്. ഇത് യൂഷ്വലി നമ്മൾ മലയാളികൾ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നൊരു വിളക്കല്ല ഇത്. എനിക്കെന്തോ ഇതാണ് ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയതും കഴുകാനും ഒക്കെ എളുപ്പമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിളക്ക് കത്തിക്കുന്നത്.
ഇത് പൊതുവെ തമിഴരും അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കത്തിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ആചാരം വെച്ചിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കത്തിക്കാൻ എളുപ്പം വെച്ചും അതൊക്കെ വൃത്തിയാക്കാനുള്ള എളുപ്പം വെച്ചിട്ടുമാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാവുമ്പോൾ എനിക്കൊരു 2 പീസ് ഞാൻ എന്നും ഇരുന്ന് കഴുകിയിട്ട് ഇങ്ങനെ തിരിഞ്ഞെടുക്കണമല്ലോ. അപ്പൊ അതിനെക്കാളും എനിക്ക് ഒരൊറ്റ പീസ് കഴുകിയാൽ മതി. ഒറ്റ പീസും ഈ ഒരു സാധനവും പിന്നെ ഈ ഒരു പ്ലേറ്റും കഴുകിയാൽ മതിയല്ലോ. അപ്പൊ അതിന്റെ ഒരു എളുപ്പം, എല്ലാം ഞാൻ എളുപ്പപ്പണിയാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പം അതുകൊണ്ടാണ് അപ്പം ഇങ്ങനത്തെ ഈ ഒരു വിളക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാനത് കത്തിക്കാൻ എടുക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറേ നാളിങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ആ ഒരു കോട്ടിങ് വരുമല്ലോ, കുറച്ചൊരു കറുത്തൊരു കോട്ടിങ്. അപ്പം അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ വിം ലിക്വിഡ് ഇല്ലേ, ഡിഷ് വാഷ്, അത് യൂസ് ചെയ്താണ് ഞാൻ കഴുകുന്നത്. അത് കഴുകുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് വെളുത്ത് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ നീലാംബരിയുടെ ഒരു പൗഡർ കിട്ടുമല്ലോ, നമ്മുടെ മെറ്റലൊക്കെ ഒന്ന് തേച്ച് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ആ ഒരു സാധനം കൂടെ ഞാൻ അത് കഴുകിയ ശേഷം ആ ഒരു പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഞാൻ തേച്ച് കഴുകി എടുക്കും. അപ്പോഴേക്കും കുറച്ചുകൂടെ നല്ലൊരു ഷൈനിങ് വരും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഷൈനിങ് പുതിയതുപോലെ നമ്മൾ ഇരിക്കുന്നില്ലേ, അങ്ങനെ വന്നിരിക്കുന്നത്. എല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. അപ്പം കുറച്ചുകൂടെ അതിൻ്റെ കളറേ മാറുന്നതായിട്ട് നമുക്ക് കാണും. അപ്പം അങ്ങനെ ഞാൻ കഴുകി എടുത്തിരിക്കുന്നതാണ്. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ വിളക്ക് റെഡിയായി. ഇനി നമ്മുടെ കിണ്ടി എന്ന് പറയാൻ പറ്റൂല, വെള്ളം വെക്കുന്ന ഒരു കപ്പ്, അതിനുശേഷം ശാമ്പ്രാണി കത്തിച്ച് വെക്കുന്ന സ്റ്റാൻഡ്. ഇതും ഞാൻ ആ നീലാംബരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പിടിച്ചത്, അതുകൊണ്ട് അതിന്റെ കളറൊക്കെ ഇങ്ങനെ ആയിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് ഇത് ക്ലാവ് പിടിക്കുന്ന ഒരു ടൈപ്പാണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ തട്ടത്തിന്മറിയത്തെ പെണ്ണെ, ഇതൊക്കെയാണോ എന്തോ. ഓക്കെ, സോ ഇതും തുടച്ചു. നന്നായിട്ട് ഉണങ്ങിയൊക്കെ ഇരിക്കുന്നതാണ്. അവിടെ ചെറിയൊരു നനവ്, അവിടെ ഇങ്ങനെ കുഞ്ഞി തുള്ളികളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതും എല്ലാം റെഡിയായി. ഇനി അതും ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതിന്റെ സൈഡിൽ തന്നെ ഇതും. പിന്നെ ഇത് ഞാൻ പുറത്താണ് വെക്കുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൂക്കളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അലങ്കരിച്ചെടുക്കാം. നല്ല മണം, തുറന്നപ്പോൾ നല്ലൊരു മണം. ആഹാ. ഇനി ഇത് നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഞെട്ടൊടിച്ചിട്ട് വെച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ചുറ്റും വെക്കാനുള്ള പൂക്കളുണ്ടോ ആവോ. ഇപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ ദൂരെ ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഒരു പ്രോപ്പർ വ്യൂവിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. കുറച്ചുകൂടെ അടുത്ത് വെച്ചിട്ട് കറക്റ്റ് ഇത്രയും പൂക്കളായിരുന്നു. ഇത്രയും പൂക്കൾ തന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ വെച്ചു. ഇനി കുറച്ചുള്ളത് നമുക്ക് റോസാ പൂക്കളാണ്. അത് നമുക്ക് അടുത്ത സെറ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉയ്യോ ഗൈസ്, കൃഷ്ണന്റെ വിഗ്രഹം ഞാൻ കഴിഞ്ഞ വിഷു കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്തെടുത്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഷിഫ്റ്റിങ്ങിന്റെ അടുത്ത് എല്ലാം കൂടി ഒരു പാട്ടയിലെടുത്തിട്ടു. ഇനി അത് എവിടെയെന്നുള്ളത് എനിക്കൊന്ന് തപ്പിയെടുക്കണം ഗൈസ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കുന്ന തിരക്കിൽ കൃഷ്ണന്റെ വിഗ്രഹം എടുക്കാൻ ഞാൻ എവിടെയാന്നുള്ളത്
ഒന്ന് ചിന്തിച്ചെടുക്കണം. ഞാൻ പൊതുവെ ഇത്തിരി മറവിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ബൈ. തൽക്കാലത്തേക്ക് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഈശ്വരാ ഗൈസ്, ഞാൻ കൃഷ്ണൻ ഹണ്ടിൽ ലാസ്റ്റ് എത്തിപ്പെട്ടത് ഒരു റൂമില് ഞാൻ എല്ലാ സാധനങ്ങളും ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കബേർഡിലാണ് ഗൈസ്. ഇനി ഇവിടെ നിന്ന് വേണം തപ്പിയെടുക്കാനായിട്ട്. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സാധനങ്ങളാണ്. ഇതാണ് ആക്ച്വലി ഈ വീടിൻ്റെ ഗോഡൗൺ എന്ന് പറയുന്നത്. കുറേ സാധനങ്ങൾ ഇങ്ങനെയുണ്ട്. ആക്ച്വലി ഈ ഒരു ഇതിലാണ് ഞാൻ എന്താ പറയുക, നമ്മുടെ നവരാത്രിയുടെ കുറച്ച് ബൊമ്മകളൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ഇതിനകത്താണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉണ്ടാവാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. ഞാനപ്പോൾ ഇതൊന്ന് എടുത്ത് ഞാനൊന്ന് പുറത്ത് വെക്കട്ടെ കേട്ടോ. ഞാനങ്ങനെ ഈ സാധനം എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. ഇതിനകത്തുണ്ടായിരുന്നാൽ മതിയായിരുന്നു ഈശ്വര. ഇതിന് ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഒന്ന് ചിക്കി പെറുക്കി എടുക്കേണ്ട അവസ്ഥയായി. ഇതേതാണ് എൻ്റെ വിഗ്രഹം? ഇതല്ല, ഇത് ഓരോ എന്താ പറയാ, നമ്മുടെ ദശാവതാരത്തിന്റെ വിഗ്രഹങ്ങളാണ്. ഇതിന് എവിടെയോ നമ്മുടെ കൃഷ്ണൻ ഒളിച്ചിരിപ്പുണ്ട് ഗൈസ്. ആക്ച്വലി ഇൻഫാക്ട് ഇതിനകത്ത് ദശാവതാരത്തിനകത്ത് കൃഷ്ണനുണ്ട്. ഇതല്ലാതെ വേറൊരു കൃഷ്ണ വിഗ്രഹം വിഷുക്കണി വെക്കാൻ വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് മേടിച്ച ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ തപ്പി നോക്കുന്നത്. ഞാനൊന്ന് തപ്പട്ടെ ഗൈസ്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൃഷ്ണനെ. ഗൈസ്, ഞാൻ നന്നായിട്ട് തപ്പി നോക്കി, പക്ഷേ കൃഷ്ണനെ കിട്ടിയില്ല ഗൈസ്. എനിക്ക് ആകെ ദശാവതാരത്തിനകത്തുള്ള കൃഷ്ണനെയാണ് കിട്ടിയത്. ഇതല്ലാതെ എനിക്ക് കുറച്ചുകൂടെ വലിയൊരു കൃഷ്ണൻ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇനിയും എനിക്ക് തപ്പേണ്ടിയിരിക്കുന്നു. ആക്ച്വലി ഈ ഒരു ഗോഡൗണിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇതൊരു കുഞ്ഞി കൃഷ്ണനാണ്, അതുകൊണ്ട് ഇതും ഞാൻ എടുക്കും. കുഞ്ഞി ഒരു കൃഷ്ണൻ, അല്ലാതൊരു മെയിൻ കൃഷ്ണനുണ്ട് എനിക്ക്. അപ്പം ആ കൃഷ്ണനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് തപ്പി എടുക്കട്ടെ. എവിടെയാണ് കൃഷ്ണ നീ? ഇങ്ങോട്ട് പോയി കൃഷ്ണ നീ? തലേ ദിവസം തന്നെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു അങ്ങനെ. അപ്പം ഞാൻ അതൊന്നുകൂടെ ഞാൻ തപ്പി എടുക്കട്ടെ ഗോഡൗണിൽ നിന്ന്. ഇത് ക്രിസ്മസ് കേക്കിൻ്റെ മോൾഡും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇതെൻ്റെ ഒരു വലിയ വിളക്കാണ്. വിളക്കിൻ്റെ പാർട്സാണ് ഇവിടെ ഉള്ളത്. ഇത് പിന്നെ കുറേ ബബിൾ റാപ്പൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ പക്ഷിയെ കൊണ്ടുപോകുന്ന ഒരു ബാഗാണ്, പക്ഷിയുടെ ചെറിയൊരു കോഡ് ബാഗാണിത്. ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇതപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ടാണെങ്കിൽ ഇത് ഇങ്ങനെ അപ്പോൾ ഇതൊരു മെറ്റൽ പീസാണ്. ഇതും എന്താ പറയുക, നോക്കിയിട്ട് വിളക്കിൻ്റെ ഇങ്ങനെ മുകളിലത്തെ കുത്തുപോലത്തെ റോക്കറ്റ് കൊടുത്ത സാധനമാണ്. ഇതുമല്ല. പിന്നെ ഉള്ളിലൊക്കെ മനസ്സ് കുറച്ചെടുക്കുമ്പോൾ എൻ്റെ തലയിൽ കുടുംബം വന്ന് വീഴാതിരുന്ന നമുക്ക് എൻ്റെ ഒരൊറ്റ കൈ വെച്ചിട്ട് വിളക്കിൻ്റെ ഏതോ വന്നു. കൃഷ്ണന്റെ കൈ അങ്ങനെ. അപ്പോൾ എനിക്ക് ഫൈനലി കൃഷ്ണനെ കിട്ടി ഗൈസ്. കൃഷ്ണനെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. ഇതപ്പോൾ ഞാനൊന്ന് അൺപാക്ക് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കൃഷ്ണനെ ഫൈനലി കിട്ടിയിരിക്കുകയാണ്. ഞാനിത് അൺപാക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ എൻ്റെ കൃഷ്ണനെ കണ്ടു, എൻ്റെ മെയിൻ കൃഷ്ണൻ. അങ്ങനെ എൻ്റെ മെയിൻ കൃഷ്ണൻ വന്നേക്കാണ്. ആക്ച്വലി കൃഷ്ണന് ഒരു ഓടക്കുഴലുണ്ടായിരുന്നു. ആ ഓടക്കുഴൽ പൊട്ടിക്കൊണ്ട് ഞാൻ അതിനെ മാറ്റി. അങ്ങനെ ഓടക്കുഴൽ വെക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ മെയിൻ കൃഷ്ണൻ. നല്ല അടിപൊളി കൃഷ്ണനല്ലേ. ഇത് ഞാൻ എന്താണ് കൊച്ചിയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. കൊച്ചിയിൽ സോറി, ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉള്ളൊരു വിഷുവിന് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഞാൻ എവിടെയോ ഒരു മോളിലോ എവിടെയോ പോയിട്ട് ആകെ ഒരൊറ്റ പീസേ ഉള്ളൂ. അങ്ങനെ ഞാൻ മേടിച്ചൊരു കൃഷ്ണനാണിത്. പിന്നെ അന്ന് തൊട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഈ കൃഷ്ണനെ ഞാൻ എപ്പോഴും വിഷുവിന് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ പൂജിക്കാനായിട്ടൊന്നും ഞാൻ എടുക്കാറില്ല.
അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ കൃഷ്ണനാണ് എനിക്ക്. അപ്പം ഇവിടെ ഈ ഒരു കൃഷ്ണൻ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ കൃഷ്ണനാണ്. അപ്പം അങ്ങനെ ഈ 2 കൃഷ്ണന്മാരെയും ഞാൻ കണിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണനെ നമുക്ക് കിട്ടി. കൃഷ്ണൻ അങ്ങനെ പൊടിയൊന്നും അടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര സൂക്ഷിച്ച് ഞാനിങ്ങനെ പേപ്പറിലൊക്കെ പൊതിഞ്ഞൊക്കെയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം എന്നാലും ഒന്ന് തുടച്ചൊക്കെ ഒന്ന് മിനുക്കും വരുത്തി കൊടുക്കണമല്ലോ. അങ്ങനെ കൃഷ്ണൻ കുറച്ചെന്നെ ഒന്ന് പേടിപ്പിച്ചെങ്കിലും എനിക്ക് കിട്ടി ലാസ്റ്റ് കൃഷ്ണനെ. ഓക്കെ, ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കൃഷ്ണനല്ലേ. അങ്ങനെ ഓക്കെ, സോ അങ്ങനെ നമ്മളിവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറകില് നമുക്ക് കണിക്കൊന്ന തൂക്കിയിട്ട് കൊടുക്കാം. അതെങ്ങനെ തൂക്കിയിടുന്നതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കണിക്കൊന്ന എവിടെ? കണിക്കൊന്ന വരൂ. വാരി വിതറണമല്ലോ. ഞാൻ ശരിക്കും വിചാരിച്ചത് നീണ്ടതായിരുന്നു. ഓക്കെ, ഇങ്ങനെ പുറകില് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാമെന്നായിരുന്നു 2 സൈഡിലായിട്ട്. അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ട് ആദ്യമായിട്ട് തന്നെ എനിക്ക് ഇത്രയധികം കണിക്കൊന്നയൊക്കെ എനിക്ക് വിഷുവിൻ്റെ അന്ന് കിട്ടുന്നത്. കേരളത്തിലൊന്നും കിട്ടത്ത് പോലും ഇല്ലല്ലോ. തലേ ദിവസം എന്ന് പറഞ്ഞാൽ വെറും ആ മരം മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഇതൊക്കെ കിട്ടിയതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കാന്ന്. ഇങ്ങനെ പുറകിലൊരു ബാക്ക് ഡ്രോപ്പ് പോലെ ഞാനപ്പോ എന്താണ് ഒട്ടിക്കാൻ വേണ്ടിട്ട് സെല്ലോ ടേപ്പ് എടുത്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ പുറകിലത്തെ ഒരു ഡെക്കോർ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാക്കി 2 പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് മൊത്തം ഞാൻ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. 2ാമത്തെ പാക്കറ്റ് ഫുള്ള് ഞാൻ ഇവിടെ ഇങ്ങനെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ അങ്ങ് പരത്തി വെച്ചു. അപ്പൊ അങ്ങനെ നമ്മുടെ കൃഷ്ണൻ മൊത്തത്തിലൊരു മഞ്ഞ മയത്തിൽ അങ്ങ് ഇരിക്കട്ടെ എന്ന് വെച്ചു. ഫുള്ള് ഇങ്ങനെ സറൗണ്ട് ചെയ്തിട്ട് അങ്ങനെ മഞ്ഞ മയത്തിൽ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇനി കുറച്ചിങ്ങനെ അതിൽ നിന്ന് തൊഴിഞ്ഞ് വീണതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് വാരി വിതറി ഇട്ട് കൊടുക്കണം. ഇനി ഈ ഒരു സൈഡ് ഇപ്പോഴും വേക്കൻ്റ് ആണ്. അപ്പോൾ ആ വേക്കൻ്റ് ആയ സ്ഥലം ഒന്ന് ഫിൽ ചെയ്യാൻ എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു വുഡൻ ട്രേ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ പറയാ, ഒരു മഞ്ഞക്കോടി എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മഞ്ഞക്കോടിയല്ല, ഇതൊരു ടിഷ്യൂ കോടിയാണ്. അപ്പം ഒരു കസവൊക്കെ വരുമ്പോൾ ഒരു മഞ്ഞയാണ്, മൊത്തത്തിലൊരു മഞ്ഞമയം പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു കോടി മുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വർണം എന്തെങ്കിലും ഒക്കെ വെക്കണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഒരു മാല, ഒരു ചെയിൻ, ഞാൻ ഒരു ലെയർഡ് ഒരു ചെയിൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ പറയോ മറ്റേ നാഴിയൊന്നുമില്ല, അതുകൊണ്ടൊരു കുഞ്ഞി ഉരുളിയുണ്ട്. ആ ഉരുളിക്കകത്ത് ഞാൻ ഇത് എന്താ പറയാ അരി നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പുറത്ത് നമുക്കൊരു കോയിൻ വെച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതൊരു ഗോൾഡ് കോയിനാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോയിൻ, സ്വർണ്ണത്തിന് ഇപ്പൊ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നമ്മൾ വെക്കണം. പിന്നെ എന്തായാലും കൃഷ്ണനാണല്ലോ, കൃഷ്ണൻ നോക്കിക്കോളൂ ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ അതങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഈ ഒരു ട്രേ ഞാൻ ഈ സൈഡിൽ വെച്ചു കൊടുത്തു. അപ്പം എന്തായാലും ഈ ഒരു സ്പേസ് അങ്ങ് മൊത്തത്തിൽ കവർ ആവുമല്ലോ. ഇനി ട്രേയുടെ ഒരു സൈഡില് ഞാനിങ്ങനെ കോടി മുണ്ട് വെച്ചു കൊടുക്കുകയാണ്. മറ്റേ സൈഡില് ഞാൻ ഒരു ലീഫ് പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞി ട്രേ ആണ്. അപ്പൊ ആ ട്രേയിലാണ് ഞാൻ ഈ ഉരുളിയുടെ ഇതും അരി ഉരുളിയും ആ ഒരു കോയിനും ഞാൻ വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് കോടിമുണ്ട് ഞാനിങ്ങനെ വെച്ചിട്ട് ഇത് ഞാനൊന്നിങ്ങനെ അലങ്കരിച്ച് ഒന്ന് വിടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ഞാനിങ്ങനെ ഒരു ഏരിയൽ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ അങ്ങനെ സൂക്ഷിച്ചൊക്കെ ഞാൻ ഒന്ന് വെക്കട്ടെ കേട്ടോ.
ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. കാരണം ഈ ലെയർ മാല ഇടുമ്പോഴേ നേരെ ആവാറില്ല, അപ്പോഴാണ് ഇങ്ങനെ വെക്കുമ്പം. ഓക്കെ, ഞാന് ഒരു മറക്കത്തില്ലല്ലോ കാണാൻ. ആദ്യം ഒന്ന് നേരെ വെക്കട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ അതും വെച്ചു കൊടുത്തു. അങ്ങനെ അതും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ കുട്ടിക്കൃഷ്ണനില്ലേ, ഈ കുട്ടിക്കൃഷ്ണനെ ഞാനിങ്ങനെ ഈ സൈഡിൽ വെക്കുകയാണ്. ഈ കുട്ടിക്കൃഷ്ണനെ നമുക്ക് കണി കാണിക്കണമല്ലോ. ഇനി ഒരു എന്താ പറയാ, ഒരു കണ്ണാടി വേണം. എൻ്റെ ഒരു കുഞ്ഞി ഒരു വാൽക്കണ്ണാടി അല്ല, ഒരു കുഞ്ഞി മറ്റേ ഇങ്ങനെ നോക്കുന്ന ഒരു കണ്ണാടി ഉണ്ട്. അപ്പൊ ആ കണ്ണാടിയും കൂടെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒന്നുകിൽ എനിക്ക് തോന്നുന്നു കൃഷ്ണനെ ഇങ്ങനെ ഈ സൈഡിലോട്ട് വെക്കാം. അതാകുമ്പോൾ കൃഷ്ണനെ മൊത്തത്തിലൊരു വ്യൂ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഏതാണ്ടൊക്കെ എല്ലാം സെറ്റായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കിടക്കാൻ നേരത്തായിരിക്കും ഞാൻ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് തിരിയിട്ട് ഒക്കെ വെക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കും, പിന്നെ ഞാൻ ഇതും വെച്ചു കൊടുക്കും. അപ്പം ഇപ്പൊ ഏതാണ്ട് ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താ പറയാ, കണ്ണാടി, ഒരു കണ്ണാടി വെക്കണം. പിന്നെ അതുപോലെ ഈ എണ്ണയും ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണം, വെള്ളം ഒഴിക്കണം, ശാമ്പ്രാണി വെക്കണം. അപ്പൊ അതിനു മുന്നേ നമുക്ക് അല്ലാത്ത കുറച്ച് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഇത് ഞാനിവിടെ മൊത്തത്തിൽ ഇങ്ങനെ വാരി വെതറി ഇട്ട് കൊടുക്കാണ്. ഇവിടെ ഇങ്ങനെ ഒരു കൊണ്ട ഇങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. മൊത്തത്തിലൊരു മഞ്ഞ മയം വേണമല്ലോ. ആ കോടിമുണ്ടിന്റെ പുറത്തേക്ക് ഇങ്ങനെ ആ ഒരു മഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാം. അങ്ങനെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഫുള്ളൊരു മഞ്ഞമയം. അങ്ങനെ കൂടുതലും കൃഷ്ണന്റെ അടുത്താണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണൻ ഇങ്ങനെ മഞ്ഞയിൽ ഇങ്ങനെ കുളിച്ചിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് റോസാപ്പൂക്കളും ഉണ്ട്. അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഞാൻ വിചാരിച്ചു ഈ റൈസിൽ ഇങ്ങനെ കുത്തി കൊടുക്കാന്ന്. ഇരിക്കട്ടെ ഒരു രസത്തിന്. അങ്ങനെ ഇവിടെ അങ്ങനെ കുറച്ച് വെച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്ത് കറണ്ട് പോയി ഗൈസ്. പാതിരാത്രിയാ ഇവിടെ കറണ്ട് പോകാനുള്ള ത്വര വരുന്നത്. എന്ത് ചെയ്യാനാണ്. ഇനി കുറച്ച് നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ പുറത്തും ഒക്കെ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. മഞ്ഞപ്പൂക്കളുടെ ഇടയിൽ റോസാപ്പൂ. നിരത്തി വെച്ചേക്കാം. ഇനി ഒരു പൂവ് വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ പുറത്തും വെച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി ഇവിടെ ഇങ്ങനെ ഫുള്ള് തണ്ടൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ ഞാൻ സൈഡിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതും എല്ലാം എടുത്തൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ഈ മഞ്ഞ ഇങ്ങനെ 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 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിരാവിലെ അല്ലേ എണീക്കുന്നത്.
അപ്പോൾ അത് രാവിലെയൊക്കെ എണീക്കുമ്പോൾ കുറച്ചൊരു ഇലൂമിനേഷനൊക്കെ എനിക്ക് വേണം. അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സീരിയൽ ലൈറ്റും കൂടെ ഞാൻ കണക്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം നമ്മളിങ്ങനെ പള്ളി പെരുന്നാൾ പോലെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കണം ഗൈസ്. അപ്പം അതുകൊണ്ട് ഞാനിനി അങ്ങനത്തെ ബാക്കിയുള്ള പെൻഡിങ് വർക്ക്സും കൂടെ ഞാനൊന്ന് ചെയ്യട്ടെ. അപ്പം ഇപ്പം എന്തായാലും സമയം 9:45 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇപ്പോഴേ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് എല്ലാം സെറ്റാക്കി വെക്കാം. അപ്പം അതിന് മുന്നേ ഞാൻ ഇലൂമിനേഷൻ ലൈറ്റും കൂടെ ഞാൻ ഇടട്ടെ. അപ്പം ഓൾമോസ്റ്റ് എല്ലാം കണിവെക്കൽസിൻ്റെ ഒരു 3/4 വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് ബാക്കിയുള്ള എന്താണ് അറ്റകുറ്റ അലങ്കാര പണികളാണ്. നമുക്ക് അത് കൂടെ ചെയ്തിട്ട് ഞാനപ്പോൾ ഇലൂമിനേഷൻ ലൈറ്റും കൂടെ ഞാൻ ഇട്ടിട്ട് ബാക്കി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ കണി വെക്കൽസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പെൻഡിങ് ആയിട്ടുള്ള വെള്ളം നിറച്ച് വെച്ചു അതിനകത്ത്. പിന്നെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിട്ട് വെച്ചു, ഷാമ്പ്രാണിയൊക്കെ വെച്ചു. പിന്നെ മൊത്തത്തിൽ ഇലൂമിനേഷൻ ലൈറ്റൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 ബോട്ടിൽ ആർട്ട് ചെയ്തത് 2 സൈഡിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണെങ്കിൽ ഇഷ്ടംപോലെ മയിൽപ്പീലീസ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മയിൽപ്പീലിയുടെയും അതുപോലെ കണ്ണിക്കൊന്നയുടെയൊക്കെ നടുക്ക് ഇങ്ങനെ കൃഷ്ണൻ ഇരിക്കുകയാണ്. കൃഷ്ണൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കണ്ണാടി വെച്ചു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കണി സാധനങ്ങളൊക്കെ. മാങ്ങയും എല്ലാം ഇങ്ങനെ ഒറ്റ ഇതിൽ തന്നെ കാണാം. പിന്നെ ഇങ്ങനെയാണ് ഞാൻ തട്ടമൊക്കെ അലങ്കരിച്ച് വെച്ചത്. പിന്നെ അതിനകത്ത് ഞാൻ റോസാപ്പൂവൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഞാൻ പൂക്കളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോടിമുണ്ട്. പിന്നെ മാല, പിന്നെ ഞാനിങ്ങനെ 201 രൂപ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരി ഇങ്ങനെ കുഞ്ഞി ഉരുളിയിൽ ഞാനിങ്ങനെ ഒരു ഹീപ്പ് പോലെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ഹീപ്പ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലൊരു കുഞ്ഞി കോയിനുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കണി എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. രാവിലെ എനിക്ക് മിക്കവാറും ഞാനിങ്ങനെ എണീറ്റ് വരുന്ന എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. മിക്കവാറും എനിക്കിങ്ങനെ അതൊന്നും ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാനോ ഒന്നും കാണത്തില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലുള്ള നമ്മുടെ കണി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫുള്ള് നല്ല കളറായിട്ടില്ലേ? ഫുൾ ഇലൂമിനേഷൻ ലൈറ്റൊക്കെ വെച്ചിട്ട് കൃഷ്ണനും അങ്ങനെ ഫുൾ കണിയും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പം രാവിലെ മിക്കവാറും എനിക്ക് എടുക്കാനുള്ള ഒരിത് കാണത്തില്ല. ഞാൻ ചിലപ്പോൾ ഫോട്ടോയോ അതൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിഷുക്കണി പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ താങ്ക് യു, ബൈ, ഹാപ്പി വിഷു ടു എവ്രി വൺ.